ദൈവമില്ല, ശരി, ഓക്കെ. ദൈവമില്ല, പ്രേതമില്ല, ഓക്കെ. അത് പറയാനല്ല ഞാൻ പ്രഭാഷണം നടത്തി. അല്ല, ആരും അങ്ങനെ ദൈവമില്ല, ഓക്കെ, ദൈവമില്ല, പ്രേതമില്ല എന്നുള്ള പരിപാടി അല്ല നമ്മൾ നടത്തുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ സാധനം ദൈവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ദൈവം ഉണ്ടാകേണ്ട കാര്യമില്ല. പ്രേതം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പ്രേതം ഉണ്ടാകേണ്ട കാര്യമില്ല. മറുത ഫീൽ ചെയ്യാനായിട്ട് മറുത എന്ന് പറഞ്ഞ സാധനം ലോകത്തുണ്ടാകേണ്ട കാര്യമില്ല. ഉണ്ടോ? കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് പേടിച്ച് വീട്ടിൽ കിടന്ന് വിറയ്ക്കാനായിട്ട് കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതൊന്നും കാര്യമില്ല. ഇതെങ്ങനെ തിരിച്ച് ചിന്തിക്കൂ. യേശുവിനെ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു എന്നാണ് ഖുറാനിൽ അള്ളാഹു പറയുന്നത്. ഇതിന് വല്ല തെളിവുമുണ്ടോ? യേശു ഒന്ന് ജീവിച്ചിരുന്നതിന് വേറെ വല്ല ചരിത്ര തെളിവുമുണ്ടോ? ഈ യേശു ജീവിച്ചിരുന്ന ചരിത്ര തെളിവുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ആളുകൾ ചോദിക്കുന്നത്. ഇവരുടെ കാര്യം ഇവർ വിചാരിക്കുന്നറിയോ? യേശു ജീവിച്ചിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന്. യേശു ജീവിച്ചിരുന്നു എന്ന് തെളിഞ്ഞാൽ ഒരാൾ ദൈവം അത്രേ ഉള്ളൂ. യഥാർത്ഥ ദൈവം പോലും അല്ല, ഒരാൾ ദൈവം അത്രേ ഉള്ളൂ. നത്തിങ് എൽസ്. എന്നോട് പറയാം, യേശു ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊരു ഡിബേറ്റ് നടത്താൻ തയ്യാറാണോ? ഇത് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നൊരു കാര്യം, ഒരാൾ ഒരു ദൈവം ഉണ്ടാകാനായിട്ട് അല്ലെ ദൈവം ഫീൽ ചെയ്യാനായിട്ട് അയാൾ ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു ഘടകമേ അല്ല. മനസ്സിലല്ലേ? വിഷ്ണു ജീവിച്ചിരുന്നിട്ടാണോ വിഷ്ണുവിനെ പ്രതി ഇത്രയും അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്? ശിവൻ ജീവിച്ചിരുന്നിട്ടാണോ ശിവനെ എല്ലാവരും ആരാധിക്കുന്നത്? ശിവൻ എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു. BC 278 അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോസിൽ ഇതിന് ആവശ്യമില്ല. റാ എന്ന് പറയുന്നൊരു ഗോഡ് 7000 വർഷം ജീവിച്ചിരുന്നു. ഈജിപ്റ്റ് മുഴുവൻ ഭരിച്ചു. അങ്ങനെ ആൾ ജീവിച്ചിരുന്നിട്ടാണോ റാ? അപ്പോളോ ജീവിച്ചിരുന്നോ? ജൂപ്പിറ്റർ ജീവിച്ചിരുന്നോ? ഇന്ദ്രൻ ജീവിച്ചിരുന്നോ? ബ്രഹ്മാവ് ജീവിച്ചിരുന്നോ? എന്തിനാ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത്? ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ദൈവങ്ങളെ സംബന്ധിച്ചോളം ഒന്നുമേ അല്ല. പക്ഷെ നിങ്ങൾക്കൊരു പക്ഷേ ഒരു ധാരണ ഉണ്ടായി, തെറ്റിദ്ധാരണ വന്നിരിക്കും. പണ്ട് ചില പുസ്തകങ്ങളൊക്കെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. അതങ്ങനെ ഒരു സ്റ്റഡി പുള്ളി നടത്തിയതാണ്. എന്നുവെച്ചാൽ പുള്ളി ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ തർക്കം, ഇപ്പം ഞാൻ ഒരാളുമായിട്ട് തർക്കിക്കുകയാണ്, ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ? ക്രിസ്തു ജീവിച്ചിരുന്നില്ലെന്ന് തെളിയിക്കാൻ എനിക്ക് എളുപ്പമാണ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ അതിനുവേണ്ടി തർക്കിക്കുന്ന ഒരാളാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആണ്ടോ, യേശു ജീവിച്ചിരുന്നില്ല എന്ന് തർക്കിക്കാൻ നടക്കുന്നു. യേശു ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്വാധീനങ്ങൾ, കാര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. യേശു ജീവിച്ചിരുന്നില്ല എന്ന് തെളിഞ്ഞു, എന്നാൽ ഈ പ്രശ്നങ്ങൾ കിടക്കല്ലേ? യേശു ജീവിച്ചിരുന്നില്ലെങ്കിലും കുരിശുയുദ്ധങ്ങളുണ്ടല്ലോ, യേശു ജീവിച്ചിരുന്നാലും കുരിശുയുദ്ധങ്ങളുണ്ടല്ലോ, ഇൻക്വിസിഷൻ ഉണ്ടല്ലോ, യാക്കോബ മർത്തമാടി ഉണ്ടല്ലോ. യേശു ജീവിച്ചിരുന്നില്ല, അവിടെ യേശു ജീവിച്ചിരുന്നടാ നമുക്ക് അടി നിർത്താം എന്ന് പറയുമവര്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെന്താണെന്നറിയോ? ഈ അമേരിക്കയിലൊക്കെ കുറേ ക്രിയേഷനിസ്റ്റ് സൈറ്റുകളിലും ഇപ്പോൾ ബാർട്ട് എർമാൻ പോലെയൊക്കെയുള്ള കുറേ ആൾക്കാർ, കുറേ സെക്കുലറായിട്ട് 1-2 പേര്, അവർ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ട് കുറേ സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസും അതും ഇതും മറ്റേ ജോസഫിസും ടാസിറ്റിസും ഒക്കെ കൂടെ വെച്ച് കുഴച്ച് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന് ഈ സംവാദവേദിയിൽ വിളമ്പാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കുറേ നാളായിട്ട് നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ ഈ ഹിസ്റ്റോറിസിറ്റി ഓഫ് യേശുവിൻ്റെ കാര്യത്തിൽ തുല്യമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മിത്തസിസ്റ്റ് ഇതുണ്ട്. മിത്തസിസ്റ്റ് ഇപ്പോൾ കാരിയർ പോലെയുള്ള ആൾക്കാർ, ഫിറ്റ്സ്ജെറാൾഡ് പോലെയുള്ള ആൾക്കാർ, അവരെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു നോക്കും. അവർ വളരെ ക്ലീനായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവമില്ല, ഇത് മിത്ത് തന്നെയാണ്. ഇതൊന്നും ലോസ്റ്റ് കേസൊന്നും അല്ല, അത് പേടിച്ചൊന്നും അല്ല ചെയ്യാത്ത. ഇതൊരു കഥയില്ലാത്ത കാര്യം ആയതുകൊണ്ട് ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ സംവാദത്തെ. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, യേശു ജീവിച്ചിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായ ഈ ഗോസ്പൽസ് എന്നൊക്കെ പറയുന്ന യേശുവിനെ പൊക്കിയടിയാണ്. യേശുവിനെ പൊക്കിയടിക്കുന്ന മതസാഹിത്യത്തിൽ യേശു ജീവിച്ചിരുന്നതിന് തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യമാണ് അതിന് വില, വട്ടപൂജ്യം. അതിനെന്ത് വിലയുള്ളത്? മാത്യു പറയുന്നുണ്ടല്ലോ യേശു. മാത്യു പറയുന്നതിന് എന്ത് വില? മാത്യു എന്ന് പറയുന്ന ഒരാളില്ല, അതൊരു പുസ്തകത്തിന് ഒരാളുടെ പേര് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇനി എന്താ? ബൈബിൾ വായിച്ചു വിശ്വാസം നഷ്ടപ്പെട്ട ഒരു പാവം കത്തോലിക്കനാണ് ഞാൻ. കേരളത്തിൻ്റെ സമുദ്ര പുരോഗതിക്ക് കാരണം ക്രിസ്ത്യൻ മിഷണറിമാരാണെന്ന് പറയുന്നവരോട് ഞാൻ എന്ത് മറുപടി പറയണം? ക്രിസ്തുമത വിശ്വാസവും ക്രിസ്ത്യൻ മിഷണറിമാരും ഇത് രണ്ടും രണ്ടാണ്. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിശ്വാസികളാണ്. നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാരെ എണ്ണ കൊടുക്കും, ഇത്രയും ക്രിസ്ത്യാനികളാണ്, ഇത്രയും അതാണ്. അവരെങ്ങനെയാണ് ഈ വിശ്വാസം ഉള്ള ശാസ്ത്രജ്ഞന്മാർ കൊണ്ടല്ലേ അവർ ചെയ്തത്? ഇത് ഒരു വാദം സ്ഥിരം കേൾക്കുന്നതാണ്.
ഇത് ഒരു LKG വാദം പോലും അല്ല. കാരണം LKG പ്ലേ സ്കൂളോ അല്ല, അതിലും താഴെയുള്ള ഒരു എംബ്രിയോണിക് ഭ്രൂണവാദം എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെന്ത് ധരിച്ചിരിക്കുന്നത്? കുറേ വിശ്വാസികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ പണ്ടാണെങ്കിൽ ഒരു 150 വർഷത്തിന് മുമ്പ് ആരും തന്നെ നിരീശ്വരവാദി എന്ന് പറയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. യൂറോപ്പിലൊക്കെ ഒരു 100-200 വർഷം മുമ്പ് വരെ ചിലപ്പോൾ കത്തിച്ചളയും. ശാസ്ത്രജ്ഞൻ പോയിട്ട് ഒരു പിച്ചക്കാരനായിട്ട് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അന്നപ്പോൾ ന്യൂട്ടൺ ഉൾപ്പെടെയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ കെൽവിനോ, ഇവരെല്ലാം തന്നെ വിശ്വാസം, അവരുടെ വിശ്വാസ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ വിശ്വാസി വിറക് കീറിയാൽ വിറക് കീറുവോ? എൻ്റെ ചോദ്യം. ഒരു അന്ധവിശ്വാസി എന്ന് വിറക് കീറുകയാണ്. കൊടാലി എടുക്കുന്നു, വെട്ടുന്നു, കൃത്യമായിട്ട് പൊളിക്കുന്നു, കീറോ ഇല്ലയോ? കീറും. ഒരു നിരീശ്വരവാദി വന്ന് അതേ കണക്ക് എടുത്ത് വെച്ച് വെട്ടുന്നു, കറക്റ്റായിട്ട് കൊള്ളിക്കുന്നു, വിറക് കീറോ ഇല്ലയോ? അല്ലേ പോട്ടെ. ഒരു വിശ്വാസികളായിട്ടുള്ള 2 പേര് കല്യാണം കഴിക്കുന്നു. അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകാൻ ആകുമോ ഇല്ലയോ? ആകും. ഇല്ലേ? ആകും, സ്വാഭാവികമായിട്ട്. അല്ലെ എന്തെങ്കിലും പ്രശ്നം അവിടെ പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. നിരീശ്വരവാദികളായിട്ടുള്ള 2 പേര്, വിശ്വാസം ഇല്ലാത്ത 2 പേര്, അല്ലെ അരവിശ്വാസികളായിട്ട് 2 പേര് കല്യാണം കഴിക്കുന്നു. അടുത്ത തലമുറ ഉണ്ടാകുമോ ഇല്ലയോ? തുല്യ സാധ്യതയാണ്. ഇല്ലേ? അല്ലെന്നല്ലോ പറയുന്നുണ്ടോ? നിങ്ങൾ ലോകത്തുള്ള ഒരു കാര്യം, ഓരോ മെത്തഡോളജിക്കലായിട്ട് ഓരോ കർമ്മങ്ങൾ, ഓരോ കൃത്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്, സമവാക്യങ്ങളുണ്ട്, അതിനേക്കുള്ള രീതിയുണ്ട്. അത് ആര് ചെയ്താലും നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതല്ല പ്രശ്നം. സയൻസ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയാണ്. അത് ഏത് പടുവിഡ്ഢിക്കും, ഞാൻ വിഡ്ഢികൾ എന്നുള്ള വാക്കല്ല ഉദ്ദേശിച്ചത്, പടുവിഡ്ഢിക്കും, അന്ധവിശ്വാസിക്കും, വിശ്വാസിക്കും, അതിന് നടുക്ക് നിൽക്കുന്ന ആക്കും, നാസ്തികനും എല്ലാം ചെയ്യാവുന്ന കാര്യമാണ് സയൻസിൻ്റെ മെത്തഡോളജി. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര അന്ധവിശ്വാസി, കൂടോത്രം കഴിഞ്ഞായിരിക്കും കയറി വരുന്നത്. ലബോറട്ടറി ചെന്ന് കഴിഞ്ഞാൽ സയൻസിൻ്റെ രീതി ചെയ്യണം, നിങ്ങൾക്ക് അവാർഡും കിട്ടും. പക്ഷേ നിങ്ങൾ കൂടോത്രം ലബോറട്ടറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അങ്ങനെയാണ് പുരോഹിതന്മാർക്ക് കിട്ടണം നോബൽ പ്രൈസ്, അല്ലേ? നോട്ട് ദ പോയിന്റ്. അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ദിവസം സാർ അച്ഛനാണോ? അടുത്ത നോബൽ പ്രൈസ് വന്നിട്ടുണ്ട്. സയൻസ് എന്ന് പറയുന്ന ഒരു കർമ്മം, ഒരു കൃത്യം, ഒരു എൻഡവർ, ഒരു ദൗത്യം, അതിൻ്റെ ആന്തരികമായിട്ടുള്ള സമവാക്യങ്ങൾ അനുസരിച്ച് ആര് ചെയ്താലും കിട്ടും. അത് സയൻസാണത്. അത് നിരീശ്വരവാദി ചെയ്താൽ മാത്രമേ റോക്കറ്റ് മേലോട്ട് പോവുള്ളൂ. വിശ്വാസി ചെയ്താൽ പോവില്ലേ? ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വിശ്വാസി സോഡിയം എടുത്ത് വെള്ളത്തിൽ ഇടുക, എന്നിട്ട് സോഡിയം പറയാം നീ വിശ്വാസിയാ, ഞാൻ പോകത്തില്ല എന്ന് പറയുമോ? സോഡിയം എന്ന് പറയുമ്പോൾ വേറൊരു വിശ്വാസി, ഒരു മുസ്ലിം ഇട്ടാലും അത് തന്നെ സംഭവിക്കും. ഇതൊരു എൻ്റർപ്രൈസാണ്. ഇതിന് നിങ്ങളുടെ വിശ്വാസം അവിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ല. നാണോ മനമില്ല. എല്ലാം വിശ്വാസികളാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അവരുടെ വിശ്വാസം അല്ല അവർക്ക് നോബൽ പ്രൈസ് വാങ്ങിച്ചു കൊടുത്തത്, വിശ്വാസ വിരുദ്ധമായി അവർ ചെയ്ത കാര്യത്തിനാണ് കിട്ടിയത്. സയൻസിൽ ഈ വിശ്വാസം ഇല്ല. സയൻസ് എന്ന് പറയുന്നത് എയ്ത്തീസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്ത് ഒരാളെ വെച്ചുകൊണ്ടോ ഒരാളെ തൃപ്തിപ്പെടുത്താനോ നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ. ചില വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രജനും ഓക്സിജനൂടെ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് 2 പൊങ്കാലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം, അതൊക്കെ ചെയ്യാം. നമുക്ക് ഈ പൊങ്കാല കാരണമാണ് ഇത് ഒന്നിച്ചതെന്നൊക്കെ പറയാം. ഇത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ കൂടുതലും ലോകത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ്, അവ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. എങ്ങനെയാണ് ഒരു മതം പരിഷ്കരിക്കപ്പെടുന്നത്? അതിന് ഒരുപാട് കാര്യങ്ങൾ, സാമൂഹികമായിട്ട് കാര്യങ്ങളുണ്ടാവും, എത്തനിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഡെമോക്രസിയുടെ ആവിർഭാവം, സയൻസിൻ്റെ ആവിർഭാവം. ഈ മതങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. മതങ്ങൾ എന്താ യഥാർത്ഥം ചെയ്യുന്നത്? അവരുടെ കോറായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ മുറുകെ കിടന്നുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിലും പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സയൻസ് അല്ലെങ്കിൽ ഇതെന്താണ് പറഞ്ഞത്, സമഗ്ര മിഷണറിമാർ എന്താ ചെയ്യുന്നത്? ആളുകളെല്ലാം വിളിച്ചു കൊടുത്തില്ല, പാറപ്പുറത്ത് കൊണ്ടിരുത്തിട്ട് മേലോട്ടിരുന്ന് യഹോവ എന്ന് വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അക്ഷരം പഠിപ്പിക്കുകയാണ്. അത് നിരീശ്വരവാദിക്കും ചെയ്യാം, വിശ്വാസിക്കും ചെയ്യാം, നല്ല കാര്യമല്ലേ? അപ്പോൾ അവൻ്റെ ഈ വിശ്വാസമായിട്ട് കുഴക്കുന്നത് എന്തിനാണ്? ഈ കുഴപ്പ് ശ്രദ്ധിച്ചോണം. ഒരു സെക്കുലറായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് അതിനകത്ത് മുന്നേറിയിട്ട് ഞാൻ വിശ്വാസിയായിട്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇതൊരു സെക്കുലർ ആക്ടിവിറ്റിയാണ്, മതേതരമായിട്ടുള്ള മതനിരപേക്ഷമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ വിജയിക്കുന്നു. അതിന് നിങ്ങൾ അന്ധവിശ്വാസിയായിട്ട് എങ്ങനെ നിങ്ങൾ ബന്ധപ്പെടുത്തുന്നത്? അതാണോ ഇതിന് കാരണം? അല്ല, അതിനല്ല കാരണം. സിമ്പിൾ ആസ് ദാറ്റ്. ഇത് എന്തിനാ ഈ ലോജിക്ക്? ഇതൊരു നഴ്സറി ലോജിക്ക് പോലും അല്ല. ഇതിങ്ങനെ ഓരോരുത്തരും വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്പർ ഓഫ് ക്രിസ്ത്യൻ സയന്റിസ്റ്റ് വോൺ നോബൽ പ്രൈസ്. സോ വാട്ട്? മുസ്ലിങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന കേൾക്കാം.
ഇത്രയും ഞാൻ അടുത്തിടെ കണ്ടൊരു കണക്കുണ്ട്, 65% ക്രിസ്ത്യാനികൾ, 21% കണ്ട് നിരീശ്വരവാദിയായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, പിന്നെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾക്ക് ബുദ്ധി കുറവായതുകൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും? അവർ ശാസ്ത്ര മേഖലയിൽ കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അവരതിൻ്റെ പുറകെ പോകുന്നില്ല. ശാസ്ത്രത്തിനൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവർ അതേ കണക്ക് പോകുന്നില്ല. അവരിൽ മതാന്ധത കൂടി. നോട്ട് ദ പോയിന്റ്. മതാന്ധത കൂടിക്കഴിഞ്ഞാൽ ശാസ്ത്ര രംഗത്തെ നേട്ടങ്ങൾ കുറയും. ക്രിസ്ത്യാനികൾ പൊതുവിൽ വെള്ളം ഒഴിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ നോബൽ പ്രൈസ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു. മതം നേർപ്പിച്ചുപയോഗിക്കുക, പരമാവധി നിരാകരിക്കുക, തമസ്കരിക്കുക, നോബൽ പ്രൈസുകൾ ചെറിയ നിഞ്ഞു വരും. എല്ലാവർക്കും തുല്യ വിവരവും ബുദ്ധിയൊക്കെ തന്നെ ഉള്ളത്. മനസ്സിലായല്ലോ? അത്രേ ഞാൻ പറയുന്നത്. ലോകത്തെ മൊത്തം പോപ്പുലേഷൻ്റെ വളരെ കുറച്ച് മാത്രമുള്ള നിരീശ്വരവാദികൾക്ക് 21% നോബൽ പ്രൈസ് ഒക്കെ കിട്ടുകയാണെന്ന് പറയുമ്പോൾ തന്നെ അവർ കോൺസെൻട്രേറ്റ്, അവർക്ക് പ്രത്യേക ബുദ്ധി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വിശ്വാസികൾക്ക് ബുദ്ധിക്കോ വിവരത്തിനോ വിവേകത്തിനോ എന്തെങ്കിലും കുറവുണ്ടെന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല. അവരൊരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ വിവരവും ബുദ്ധിയും വിവേകമുള്ള ഒരുപാട് പേരുണ്ട് വിശ്വാസികൾ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണ്? അവരുടെ ചിന്താരീതി ശരിയല്ല. അതാണ്. ഒന്നുകിൽ അവരൊരു സിമെന്റ് കുതിരയുടെ മേളിൽ ഇരുന്നാണ് ഓടിക്കുന്നത്, കുതിര മുന്നോട്ട് പോവില്ല. അത് മനസ്സിലാക്കണം, ആ ഒരു രീതി. പക്ഷേ സയൻസിൽ അങ്ങനെ അല്ലല്ലോ. സയൻസ് കട്ട സയൻസായിട്ട് അവർ ചെയ്യുന്നത്. ഫലം കിട്ടുന്നുണ്ട്. ഒരു അണ്ഡകോശത്തിലേക്ക് ഇടിച്ചു കയറാൻ ലക്ഷക്കണക്കിന് ബീജങ്ങൾ, ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒന്ന് അണ്ഡവുമായി ചേരുന്നു. ഇതിൽ നിന്ന് തന്നെ നാച്ചുറൽ സെലക്ഷൻ്റെ പ്രാധാന്യം വെളിവാകുകയല്ലേ? ഇനി യഥാർത്ഥ ദൈവം ഉണ്ടെങ്കിൽ കൂടി തൻ്റെ സൃഷ്ടികളിൽ കൈകടത്ത് നടത്തുന്നേയില്ല എന്ന് തോന്നുന്നില്ലേ? യെസ്,